ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻഷീസ് കുക്കിംഗ് വൈബ്. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പൊക്കെ ഇൻഷാല്ലാ വരാറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലും പൊടികളൊക്കെ പൊടിച്ച് വെക്കാറുള്ള തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ ഞാനും ഇതാ കുറച്ച് അരിയൊക്കെ കഴുകി ഒന്ന് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോമ്പിന് നമുക്ക് കിച്ചണിൽ ഒരുപാട് ടൈം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ പത്തിരിക്കുള്ള പൊടി പൊടിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് കുറച്ച് പച്ചരി കഴുകിയിട്ട് ഒന്ന് ഉണക്കാൻ വേണ്ടി വെയിലത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നോമ്പായിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പണികൾ ഇതാണ് കേട്ടോ, പൊടികളൊക്കെ ഒന്ന് പൊടിച്ച് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാ പച്ചരി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അത് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് വെക്കുകയാണ് ചെയ്യുക. പച്ചരിയുടെ കൂടെ കുറച്ച് മുളക്, മല്ലി, മഞ്ഞൾ അതൊക്കെ കുറച്ച് കൂടുതൽ തന്നെ പൊടിച്ച് വെക്കും. കാരണം നോമ്പിന് കുറച്ച് അധികം ആവശ്യമായിരിക്കും ഈ ഒരു മസാലപ്പൊടികൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ നോമ്പ് വെച്ചിട്ട് ആ ഒരു സമയത്ത് മുളക് ഉണക്കാനും മില്ലിൽ കൊണ്ടുപോകാനും ഒക്കെ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാവരും പണ്ട് കാലം മുതലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ നാട്ടിലൊക്കെ നമുക്ക് നല്ല വെയിൽ കിട്ടും. അപ്പോൾ നാട്ടിലെല്ലാത്തവർക്കും അതുപോലെ തന്നെ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർ ഉണക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒപ്പിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഓവനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുളക് നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ആ ഒരു ചൂട് നന്നായിട്ട് താഴേക്ക് ഉണ്ടാവും. ആ ഒരു ചൂടുകൊണ്ട് 1-2 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുളക് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ആ മുളകും മല്ലിയൊക്കെ ഒരു ചെറിയ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ചൊന്ന് നിറച്ച് വെക്കുകയാണ്. അതുപോലെ തന്നെ മല്ലിയൊക്കെ വറുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, പെരിഞ്ചീരകമൊക്കെ ഇട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ മല്ലിക്ക് നല്ലൊരു രുചി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ബീഫും മട്ടനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലി സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഏലക്കായ, കറാമ്പൂവ്, പട്ട ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് വറുത്തിട്ട് പൊടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഒന്നിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വേറെയുള്ള മീൻ കറികൾക്കൊന്നും ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത് കേട്ടോ. അപ്പോൾ ഓരോ അളവ് നിങ്ങൾ കണ്ടതല്ല, പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നോമ്പിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഗരം മസാല. കാരണം സ്നാക്സിനും ബിരിയാണിക്കും കറികൾക്കൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തായാലും നമ്മൾ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കുറേശ്ശെ എടുത്ത് പൊടിക്കുന്നത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. നമുക്ക് ടൈം ഒരുപാട് വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ ചെയ്ത് വെക്കാൻ പറ്റിയതാണല്ലോ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ച് വെച്ചിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കില്ല കേട്ടോ. ഒരു 1-2 മാസത്തിനുള്ളത് നമ്മൾ ഇതുപോലെ പൊടിച്ച് വെച്ചാൽ മതി. കാരണം ആ ഒരു സ്മെല്ല് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മീറ്റ് മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ കുറച്ച് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു 3-4 ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ. ഇതൊക്കെ ഈ ഒരു അളവിൽ തന്നെ എടുക്കണം, കൂടാനും കുറയാനും പാടില്ല. അതുപോലെ തന്നെ കുറച്ച് പച്ചമല്ലി ഉണ്ടെങ്കിൽ അത് ചേർക്കാവും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2-3 ബേ ലീഫ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകവും 1/2 ടീസ്പൂണ് നല്ല ജീരകവും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, അത് തൊലിയോട് കൂടെ അരിഞ്ഞതാട്ടോ കഴുകിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം.
അപ്പോൾ ഇതിൽ ഞാൻ സാധാരണ പച്ചമല്ലിയാണ് ചേർക്കുക. പച്ചമല്ലി കുറച്ച് ആ ഒരു സ്പൈസസിൻ്റെ കൂടിയിട്ട് വറുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ പൊടികളും അതുപോലെ തന്നെ ആ സ്പൈസസ് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം നല്ല മസാല ആയിട്ട് ചിക്കനിലും ബീഫിലും മട്ടനിലും ഒക്കെ ഇട്ട് ഉപയോഗിക്കാം. അടുത്തതായിട്ട് കുറച്ച് പൊടികൾ കൂടി ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ആ പൊടികളൊക്കെ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലായിട്ട് ഇട്ട് വെക്കുന്നത്, കാരണം നമുക്കത് എടുത്ത് ഉപയോഗിക്കാൻ ഈസി ആയിരിക്കുമല്ലോ. കുറച്ച് നല്ല ജീരകം ഒന്ന് പൊടിച്ച് വെക്കുകയാണ്. അപ്പോൾ അതൊന്നും ഞാൻ വറുക്കുന്നില്ല കേട്ടോ. അത് കഴുകി ഉണക്കി നല്ല ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ച് വെക്കുകയാണ് ചെയ്യുക. പിന്നെ ഏറ്റവും നമുക്ക് കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് കുരുമുളക്. അപ്പോൾ അതുകൂടെ കുറച്ച് പൊടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്നാക്സിനൊക്കെ വേണ്ടതാണ് വറ്റൽമുളക്. അപ്പോൾ അതൊന്ന് കഴുകി ഉണക്കിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ കൂടെ പൊടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം മെനക്കെട്ടാൽ മതി. അപ്പോൾ നമ്മളെ പണിയൊക്കെ എത്രയും പെട്ടെന്ന് കഴിയുകയും ചെയ്യും, നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും ഈസി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ പോലെ തന്നെ ഏലക്കായ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലേ. അപ്പോൾ അതുകൂടെ കുറച്ച് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കലക്കുന്ന സമയത്തും അതുപോലെ തന്നെ റവ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ലേശം എടുത്ത് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ആ ഏലക്കായ പൊടിച്ച ആ ഒരു ജാറിൽ തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ പൊടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം പഞ്ചസാര നമ്മൾ ബാങ്കൊക്കെ വിളിക്കുന്ന സമയത്ത് നമുക്ക് കലക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് ആ ഒരു വെള്ളം കലക്കിയെടുക്കാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും പഞ്ചസാര കുറച്ച് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ റവ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ റവ വറുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് റവ ഒക്കെ ഒന്ന് വറുത്തൊരു കുപ്പിയിലാക്കി വെക്കാം. ഇപ്പോൾ വറുത്ത റവയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും വറുക്കാത്ത റവയൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിൽ വറുത്ത് വെച്ചാൽ മതി. അപ്പോൾ ചിലരൊക്കെ ദിവസവും തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. അപ്പോൾ ഇതുപോലെ റവ വറുത്ത് വെക്കുക. അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ടും കിസ്മിസൊക്കെ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പോഴൊക്കെ നമുക്ക് ആ ഒരു വറുക്കുന്ന സമയമൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടൈം പോകുന്നൊരു കാര്യമാണ് ഈ വെളുത്തുള്ളി ഉരിക്കുക, അത് ചതച്ചെടുക്കുക. അതിന് ടൈം ഒരുപാട് പോകും. അപ്പോൾ അത് നമുക്ക് കുറച്ച് പേസ്റ്റാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരു മാസം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, ഇഞ്ചി വേറെ വെളുത്തുള്ളി വേറെ. അപ്പോൾ അത് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇഞ്ചിയും ചെയ്യുക. ഇഞ്ചിയിൽ ഞാൻ ഒന്നും ചേർക്കാറില്ല. ഇഞ്ചി സ്വന്തമായിട്ട് ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലാസ് ബോട്ടിലാക്കി അടച്ച് വെക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ഒരു 5-6 പച്ചമുളകും കൂടി ഒന്ന് പേസ്റ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാക്സിനൊക്കെ എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ മല്ലിയില കേടൊന്നും പോകുന്നുള്ള ഒരു പേടിയുമില്ല. അതുപോലെ തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ പണികളൊക്കെ എല്ലാവരും ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പിന് ഒരുപാട് ടൈം കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക്